നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. 12 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങുകളായ വടക്കുപുറത്ത് പാട്ട്, കോടിയർച്ചന എന്നീ ചടങ്ങുകളാണ് ഇനി ക്ഷേത്രത്തിൽ നടക്കുന്നത്. അത് കാണുവാനും അതിൽ പങ്കെടുക്കുവാനുമായി ഒരുപാട് ഭക്തജനങ്ങളാണ് ഇനി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വൈക്കം ശിവക്ഷേത്രത്തിൽ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പം അതിനെന്തെങ്കിലും ഒരു മുടക്കം വരികയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതായത് 1925 ശേഷം ഇതുണ്ടായിട്ടില്ലെന്നാണ് പത്രവാർത്തയിൽ കൂടെയും ഒക്കെ അറിഞ്ഞത്. അന്നൊന്നും ഞാനില്ല. 65 ഇത് വീണ്ടും തുടങ്ങുന്നത്. ഇവിടെ അനിഷ്ട സംഭവങ്ങൾ ഒരുപാടുണ്ടായി. ക്ഷേത്രത്തിന് തീ പിടിക്കുകയും വസൂരി ദിനം പടർന്നു പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ അന്നത്തെ തമ്പുരാന്മാരും എല്ലാവരും കൂടെ കൊടുങ്ങല്ലൂർ ഭജന ഇവിടെ സ്വപ്നം കാണിച്ചു എന്നും ഒരു ഭജന ഇരുന്നു എന്നും 12 ദിവസം കഴിഞ്ഞ് ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഭരണി കഴിഞ്ഞ് ഞാനിവിടെ വരും, ആ ചടങ്ങ് വടക്കുപുറത്ത് പാട്ട് ഗുരുതിയോടുകൂടി നടത്തണമെന്ന് പറയുകയും ചെയ്തിട്ടാണ് 1965 വീണ്ടും ഇത് ആരംഭിച്ചത്. അന്ന് മുതൽ ഇത് മുടങ്ങാതെ 12 വർഷം കൂടുമ്പോൾ ഉണ്ടാകും. ഇപ്പോൾ 6ാമത്തെ വടക്കുപുറത്ത് പാട്ടാണ്. ഞാനും ഇതിൽ 6ാമത്തെയാണ്. അന്ന് 7 വയസ്സ് എനിക്കുള്ളൂ. എൻ്റെ അമ്മാവന്മാർ എന്നെ എടുത്ത് ഇവിടെ കൊണ്ടിരുത്തും. അതൊക്കെ എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് ഇപ്പോഴും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പരമ്പരാഗതമായിട്ട് തന്നെ പുതുശ്ശേരി കുടുംബത്തിൽ നിന്നാണ് ഇങ്ങനെ കളമെഴുത്ത് പാരമ്പര്യമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പുതുശ്ശേരി കുടുംബത്തിലാണ് പരമ്പരാഗതമായിട്ട് ഇത് 2ാമത് പുനരുദ്ധരിച്ചപ്പോൾ 1965 മുതൽ ഞങ്ങളുടെ കാരണവന്മാരാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഈ അവകാശം നിലനിൽക്കുന്നത്. അത് പരമാവധി ഭംഗിയോടും അനുഷ്ഠാന ആചാരം മര്യാദകളോടും ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റൊരു കുടുംബത്തിന് യാതൊരു അവകാശവുമില്ല. ഞങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ അവകാശങ്ങൾ. പൂജ ചെയ്യാൻ ഈ കേരളത്തിൽ ഇങ്ങനെ അധികാരം കൂടുതലായിട്ടുള്ളതും ഞങ്ങൾക്കാണ്. ഇവിടെ നമ്പൂതിരിമാരല്ല, കുറുപ്പന്മാർ. ഞങ്ങൾ കളംപൂജ എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തുന്നത് ഞങ്ങളാണ്. അത് മാറി മാറി ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പ്രധാന ചടങ്ങാണ് കളംപൂജ. കളംപൂജ കഴിഞ്ഞ് കളം പാട്ട്, കളം മായ്ക്കൽ, അത് കഴിഞ്ഞിട്ടാണ് പുതിയ കളം പിന്നെ ഇന്ന് തന്നെ തുടങ്ങുകയാണ്.
മുൻ വടക്കൂർത്ത് പാട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ പ്രത്യേകത എതിരേൽപ്പ്. ഓരോ ദിവസവും ഓരോ ജാതി സംഘടനകളും ചില 2 ദിവസം ഒരു ജാതി സംഘടന അങ്ങനെയൊക്കെ ആയിരുന്നു വേർതിരിഞ്ഞായിരുന്നു നടത്തിയിരുന്നത്. ഈ വർഷം വടക്കൂർത്ത് പാട്ടിനോടനുബന്ധിച്ച് കമ്മിറ്റി ഒരു നല്ല സുപ്രധാനമായ തീരുമാനം എടുത്തു. കാരണം വൈക്കം സത്യാഗ്രഹത്തിന് 100-ാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ ജാതി തിരിച്ചുള്ള താലപ്പൊലികൾ ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ, അതായത് 17 അപേക്ഷകൾ വന്നപ്പോൾ അതിൻ്റെ അകത്ത് 8 ജാതി സംഘടനകളുടെ 17 അപേക്ഷകളാണ് വന്നത്. കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. 64 കുത്തുവിളക്കുകളാണ് കൊടുങ്ങല്ലൂരമ്മയെ കൊച്ചാലിൻചോട്ടിൽ നിന്ന് എതിരേറ്റ് വൈക്കം ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. അത് 8 വിളക്ക് വെച്ചിട്ട് ഒരു ജാതി സംഘടനകൾക്ക് വെച്ച് കൊടുക്കുകയും ഓരോ ദിവസവും 64 വിളക്ക് കളത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ സംഭവിച്ചത് എല്ലാ ജാതിയിലും പെട്ട വന്ന 8 അപേക്ഷകൾപ്പെട്ട 8 ജാതിയിലും പെട്ടവർ ഒരു ദേശതാലപ്പൊലിയിൽ പങ്കെടുക്കുകയും ഒരു എതിരേൽപ്പിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ ജാതിയുടെ സമവാക്യങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് 100-ാം വാർഷികത്തിൽ ഒരു വലിയ ചുവടുവെപ്പാണ് കൊടിയർച്ചന വടക്കോർത്ത് കമ്മിറ്റി എടുത്തത്. അതിന് സർവാത്മ വൈക്കത്തെ ജനങ്ങളും കേരളീയ സമൂഹവും പൊതുവെ അതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. ഈ വടക്കുപുറത്ത് കോടിയർച്ചന നടക്കുവാണ്. മാർച്ച് 17-ാം തീയതിയാണ് വടക്കുപുറത്ത് പാട്ട് കോടിയർച്ചനയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. കോടിയർച്ചനയായിരുന്നു ഏറ്റവും ആരംഭിച്ചത്. അതിനുശേഷം ഏപ്രിൽ 2 മുതൽ നമുക്ക് വടക്കുപുറത്ത് പാട്ടാണ് ആരംഭിച്ചത്. അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. വടക്കുപുറത്ത് പാട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ഒരു മെയിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് താലപ്പൊലി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന 4 നടകളിൽ നിന്ന് വരുന്ന അടുത്തുനിന്ന് വനിതകൾ താലമെടുത്ത് ഇവിടെ വരികയും ആ താലപ്പൊലി നമ്മൾ വെളിച്ചപ്പാടിനോട് കൂടി ഗോപുര നടയിൽ ചെന്ന് അരിയും പൂവും എറിഞ്ഞ് ആ താലപ്പൊലി നമ്മൾ അകത്തോട്ട് സ്വീകരിച്ച് ആചാരപൂർവ്വം കളത്തിൽ പ്രദക്ഷിണം ചെയ്ത് നമ്മളവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണ ഏകദേശം 32ഓളം താലപ്പൊലികൾ ഈ 12 ദിവസങ്ങളിലായിട്ട് നമുക്ക് നടന്നു വരുന്നുണ്ട്. വിവിധ സമുദായ സംഘടനകൾ, വിവിധ ദേശതാലപ്പൊലികൾ, അങ്ങനെ നമുക്ക് ഈ വൈക്കം ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും തന്നെ എല്ലാ ഭവനങ്ങളും തന്നെ ഒരു വനിതയെങ്കിലുമായിട്ട് ഇവിടെ താലപ്പൊലിയുമായിട്ട് ഇവിടെ എത്താറുണ്ട്. ഇവിടെ മെയിനായിട്ട് വരുന്ന പ്രധാനമായിട്ട് വരുന്ന താലം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തേങ്ങാമുറി, മറ്റേ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കിഴി കെട്ടിയുള്ള താലവും അതിൽ പൂവ് അരിയുള്ള താലവുമാണ് നമുക്ക് വരുന്നത്. ചിലർ പഴത്താലം അല്ലെങ്കിൽ അഷ്ടമംഗല്യം അടക്കമുള്ള താലം, അങ്ങനെ പലതും സമർപ്പിക്കാറുണ്ട്. നമ്മളെല്ലാം ആചാരപൂർവ്വം ദേവിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊടുങ്ങല്ലൂരമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഓരോ അനുഗ്രഹങ്ങളും 8 കൈ, 16 കൈ, 32 കൈ, 64 കൈ എന്നിങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇന്ന് എല്ലാവർക്കും നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണിത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലെന്ന് തോന്നും. ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരു വർഷം 6 മാസമൊക്കെ ആയിട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടുകളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനമായ കാര്യം നമ്മൾ അർച്ചന പ്രസാദം തപാലിൽ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഉടനീളം അങ്ങോളം ഇങ്ങോളം പ്രസാദം നമ്മൾ തപാലിൽ എത്തിക്കുന്നുണ്ട്. നമുക്കത് അവർ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ വിളിച്ചു പറയുന്നുമുണ്ട്. താലപ്പൊലി എതിരേൽപ്പ്, അതാണ് വടക്കോർത്ത് പാട്ടിൽ ഈ കളത്തിൻ്റെ മെയിൻ ചടങ്ങ്.